ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന സമൂഹമാധ്യമത്തിലെ വെളിപ്പെടുത്തലിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ ഷിംജിത മുസ്തഫ സംസ്ഥാനം വിട്ടു. മംഗളൂരുവിലേക്ക് കടന്നതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം ലൈംഗികാതിക്രമം നടന്നുവെന്ന് പറയുന്ന സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്നും പോലീസ് ഇന്ന് മൊഴിയെടുക്കും. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഇത്തരമൊരു അതിക്രമം സ്വകാര്യ ബസ്സിനുള്ളിൽ നേരിടേണ്ടി വന്നുവെന്ന ആ കാര്യമൊക്കെ യുവതി പറയുമ്പോഴും പോലീസിൽ എന്തുകൊണ്ടാണ് പരാതി നൽകാതെ യുവതി വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത സാഹചര്യം അതെന്തായിരുന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ആണ് ഈ ഒരു സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിന്റെയും അതിന് പിന്നാലെ ഉണ്ടായ സൈബർ അതിക്രമങ്ങളിലും സൈബർ ആക്ഷേപത്തിലും മനനൊന്ത് മരിച്ചത്. യുവതി സമൂഹ മാധ്യമങ്ങളിൽ ദീപകിന്റെ മുഖം ഉൾപ്പെടെ കാണിച്ച് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയായിരുന്നു കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ ദീപകിനെ കണ്ടെത്തിയതും. ഉള്ളാട്ടുതൊടി ചോയിയുടെയും കന്യകയുടെയും ഏക മകനാണ് 42 വയസ്സുകാരനായ ദീപക്. സ്വകാര്യ വസ്ത്രനിർമ്മാണ സ്ഥാപനത്തിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവായ ദീപക് ജോലി ആവശ്യത്തിന് കണ്ണൂർ പയ്യന്നൂരിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഈ വീഡിയോയ്ക്ക് ആസ്പദമായ അതിനാധാരമായ സംഭവങ്ങൾ ഉണ്ടായത്. ട്രെയിൻ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് ദീപക് തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ തൊട്ടതായി ആരോപിച്ച് യുവതി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ആരോപണം ഉയർന്നതോടെ ആദ്യ റീൽ പിൻവലിച്ച യുവതി വീഡിയോയ്ക്കൊപ്പം വിശദീകരണവും ചേർത്ത് മറ്റൊരു റീൽ പോസ്റ്റ് ചെയ്തു. പിന്നീട് അതേസമയം വസ്തുതാ വിരുദ്ധമായ ആരോപണമാണ് നടത്തിയതെന്നും വീഡിയോ പ്രചരിച്ചതോടെ ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. യുവതിക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കണമെന്ന പരാതിയിൽ ദീപകിന്റെ മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോവിന്ദപുരത്തെ വീട്ടിലെത്തിയ പോലീസ് സംഭവ ദിവസം ദീപക് നടത്തിയ പ്രതികരണങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വന്നത് മകനെ മാനസികമായി തകർത്തെന്നാണ് മാതാപിതാക്കൾ പോലീസിൽ മൊഴി നൽകിയത്. ചെയ്യാത്ത കുറ്റത്തിനാണ് ദീപകിനെ അപമാനിച്ചതെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും അച്ഛൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മറുവശത്ത് സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. സംഭവത്തെക്കുറിച്ച് CBIയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് മെൻസ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം. യുവതിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. യുവതി വിദേശത്തേക്ക് കടന്നതായി സംശയമുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കണം. യുവതിയുടെ മൊബൈൽ ഫോണിലാണ് ബസ്സിലെ വീഡിയോ എഡിറ്റ് ചെയ്തത്. അതിനാൽ ഫോൺ പിടിച്ചെടുത്ത് അത് പരിശോധിക്കണം. ദീപക് യുവതിയോട് മോശമായി പെരുമാറിയെന്നത് തെറ്റായ പ്രചരണമാണെന്നും ഈ ഒരു ഹർജിയിൽ പറയുന്നുണ്ട്. 3.17 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് കൈമാറിയതായി വീട് സന്ദർശിച്ച ശേഷം അസോസിയേഷൻ പ്രതിനിധി രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാത്രമല്ല, പുരുഷന്മാർക്ക് സഹായത്തിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫോൺ സംവിധാനം ഒരുക്കാനാണ് മെൻസ് അസോസിയേഷന്റെ തീരുമാനം. സംസ്ഥാനത്ത് പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ബിൽ കഴിഞ്ഞ 11 മാസമായി നിയമസഭയിൽ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുകയാണെന്നും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടി. എൽദോസ് കുന്നപ്പള്ളി MLA സ്വകാര്യ ബില്ല് ഇത് അവതരിപ്പിച്ചിരുന്നു. എന്നാൽ സ്ത്രീ വിരുദ്ധർ എന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയം കാരണം മാധ്യമങ്ങളും മറ്റുള്ളവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മടിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. രാജ്യസഭയിൽ വരെ സമാനമായ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ കേരളം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെയായിരുന്നു ദീപകിന്റെ വീട് സന്ദർശനത്തിന് ശേഷം അതിന് പിന്നാലെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം. മറ്റൊരു പ്രധാന നീക്കമായി രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം അത് ദീപക് മരണപ്പെട്ട ഈ ജനുവരി 17 അത് പുരുഷാവകാശ ദിനമായി ആചരിക്കുമെന്നതാണ്. എന്തായാലും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സൈബർ ഇടങ്ങളിൽ ഷിംജിതയ്ക്കെതിരെ ഉയരുന്നത്. പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരുത്തന്റെ ജീവൻ കളഞ്ഞപ്പോൾ സമാധാനമായി തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ പ്രതികരണങ്ങളാണ് കമന്റുകളായി മറ്റും നിറയുന്നത്. വീഡിയോ എടുത്ത പെൺകുട്ടിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ടെലിവിഷൻ ചലച്ചിത്ര താരം വിനോദ് കോവൂരിന്റെ വിമർശനം. ദീപകിനെ ഇല്ലാതാക്കിയ ആ പെൺ പിശാചിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് അത് ലഭിക്കണമെന്നാണ് വിനോദ് കോവൂർ പറയുന്ന കാര്യം. ദീപക്കെ സഹോദര പ്രണാമം. നീ അറിഞ്ഞു, നിന്റെ വീഡിയോ എടുത്ത അവൾ വൈറലായി. ഇനി ഒരു വീഡിയോ എടുക്കാൻ അവളുടെ കൈ പൊങ്ങില്ല. ഈ സമൂഹം മുഴുവൻ ആൺ പെൺ ഭേദമില്ലാതെ അവളെ തെറി വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് അവൾ ഇനി സമാധാനമായി ജീവിക്കാൻ പോണില്ല. സോഷ്യൽ മീഡിയയിൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ അവൾ കാണിച്ച നെറികെട്ട രീതിയായിരുന്നു അത് എന്നിങ്ങനെ തുടങ്ങി അതിവൈകാരികമായ കുറിപ്പാണ് വിനോദ് കോവൂർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. മറുതലയ്ക്കൽ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ബസ്സിലെ തിരക്കിന്റെ ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല,
യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് നീളം കുറച്ചതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീഡിയോയുടെ പൂർണ്ണ രൂപം വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടും പോലീസ്. ഇതിനായി യുവതിയുടെ ഫോൺ കണ്ടെടുത്താനാണ് പോലീസിന്റെ ശ്രമം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി സർവീസ് നടത്തുന്ന അൽ-അമീൻ എന്ന സ്വകാര്യ ബസ്സിലാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്തയുടൻ പോലീസ് ബസ് ഉടമയെ ബന്ധപ്പെടുകയും ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയോടെ പയ്യന്നൂരിലെത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് CCTV ഹാർഡ് ഡിസ്ക് പരിശോധിച്ചതും അത് കസ്റ്റഡിയിലെടുത്തതും. ഇരുവരും ബസ്സിൽ കയറിയത് മുതലുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. ഇത്തരമൊരു സംഭവം ബസ്സിൽ നടന്നതായി അതേസമയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് കണ്ടക്ടർ രാമകൃഷ്ണനും ഡ്രൈവർ പ്രകാശനും പോലീസിന് മൊഴി നൽകിയത്. ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലും യുവതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും, ഇത്തരമൊരു അതിക്രമം നേരിട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും പരാതിപ്പെട്ടിരുന്നില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ ബസ്സിലേതായി പുറത്തു വന്ന CCTV ക്യാമറ ദൃശ്യങ്ങളിലും ഈ ഷിംജിത, പ്രതിയായിട്ടുള്ള ഷിംജിത ആദ്യം പുറത്തുവിട്ട വീഡിയോയിലുമൊന്നും ഇത്തരത്തിൽ ദീപക് യുവതിയെ മോശമായി സ്പർശിക്കുന്നതായി ഭൂരിഭാഗം മലയാളികൾക്കും തോന്നാതിരുന്നതും അത് ഇതേ യുവതി, ഈ പ്രതിയായിട്ടുള്ള യുവതി റീച്ചിന് വേണ്ടി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തൊരു റീൽ മാത്രമാണെന്ന പൊതുചിന്തയാണിപ്പോഴും ശക്തമായി കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ദീപകിന്റെ മരണത്തിൽ എത്രയും പെട്ടെന്ന് ഷിംജിതയുടെ അറസ്റ്റ് ഉണ്ടാകണമെന്നുള്ളതാണ് ഭൂരിഭാഗം മലയാളികളുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.